കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ നൽകിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് ഈ വീഡിയോ സന്ദേശങ്ങളുടെ കേൾക്കുന്ന, ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് എന്നുള്ളത് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഈ തിരുവചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിപ്പീൻ. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ഇവിടെ തിരുവചനങ്ങൾ പറയുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇവിടെ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഏതു നേരത്ത് ഞാൻ സങ്കടം ബോധിപ്പിച്ച് കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമെന്ന് ദാവീദ് പറയുകയാണെങ്കിൽ, നമ്മൾ പൂർണ്ണ സമയവും കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയുള്ളവരായി തന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ സമയങ്ങളുടെ ഇടയിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ദൈവസന്നിധിയിൽ ദൈവമേ എന്നുള്ളതായ ചിന്താ മനോഭാവത്തോട് നമ്മൾ അങ്ങനെ നമ്മൾ പോകുമ്പോൾ തീർച്ചയായും സ്വർഗീയ പിതാവായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ യഹോഭക്തനായ യാക്കോബ് തൻ്റെ യഹോവക്കിൻ്റെ കടത്തീരത്തിരുന്നു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, യഹോവയായ ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധി നാം 3 നേരം പൂർണ്ണ ഹൃദയത്തോട് പ്രാർത്ഥനയുമായി നമ്മൾ പോരാടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അലസതയില്ലാതെ പൂർണ്ണമായി ദൈവസന്നിധി ഏകാഗ്ര ഹൃദയത്തോട് പ്രാർത്ഥനയുമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും സ്വർഗീയ പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെയും പകരുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥനയുള്ളവരായിരിക്കണം. ഇവിടെ പറയുന്ന, യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൽ ആഴത്തോട് നാം നമ്മുടെ ഉള്ളം എങ്ങനെ ആയിരിക്കുന്നുവോ, ഹല്ലേലൂയ, ചിലപ്പോൾ വേദനയുടെ ആ അനുഭവത്തിലൂടെ ആയിരിക്കാം, എന്നാൽ ആ അനുഭവത്തിൻ്റെയോ തീച്ചുളയുടെയോ അനുഭവത്തിലൂടെ ആയിരിക്കാം, എന്നാൽ സ്വർഗീയ പിതാവായ ദൈവം ആ നിലവിളി കേട്ട് മറുപടി തരുന്ന ഒരു കർത്താവ് ദൈവമാണ്. ഹന്ന തൻ്റെ മക്കൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഇന്ന് ഈ നിമിഷം ദൈവ പൈതലേ, നീ ആഴമേറിയ വേദനയോട് ദൈവസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു സ്വർഗീയ പിതാവാ ദൈവം ഇന്നും ജീവിക്കുന്നു. അവന് എന്നേക്കും ജീവിക്കുന്നു. വാക്കു പറഞ്ഞാൽ മാറാത്ത ഒരു സ്വർഗീയ പിതാവാ ദൈവം ഇന്നും നമ്മുടെ നടുവിലുണ്ട് എന്ന് ഒരിക്കലും മറന്നു പോകരുത്. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ പൂർണ്ണമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുമായി നീ ചെലവഴിച്ചാൽ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടെ നീ ഉദ്ദേശിക്കുന്നതിൽ അതിലപ്പുറമായി വലിയൊരു ദൈവിക പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് നീ പോലും അറിയാമയ്യാതെ ഇരിക്കുമ്പോൾ സ്വർഗീയ പിതാവായ ദൈവം ആ വഴികളിലൂടെ നടത്തുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് പ്രാർത്ഥനയുള്ളതായ കൃപ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുവാനിടയായിത്തീരും. ഇവിടെ ഹല്ലേലൂയ 142:1 പറയുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കണം. അതെ, യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ
നാം പ്രാർത്ഥിക്കുന്നത് ഉച്ചത്തിൽ നമ്മുടെ പ്രാർത്ഥന റൂമിൽ ഇരുന്നു കൊണ്ട് ഏകനായിരുന്നു കൊണ്ട് ഉച്ചത്തിൽ യഹോവയായ ദൈവത്തോട് നീ യാചിക്കുന്ന, നീ അപേക്ഷിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, ആ വിഷയത്തിന് ആ നിമിഷം തന്നെ എൻ്റെ കർത്താവിൻ്റെ മറുപടി നിന്റെ പക്കലേക്ക് തരുവാൻ തക്കവണ്ണ സ്വർഗീയ പിതാവായ ദൈവം മതിയായ ദൈവമാണ്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക 5:17 വായിക്കുന്നുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിപ്പേൻ. അതെ ദൈവ പൈതലേ, ഒരു സമയവും നഷ്ടപ്പെടുത്തി കളയാതെ നീ ഇടപെടാതെ പ്രാർത്ഥനയുമായി നീ മുമ്പോട്ട് പോകുമ്പോൾ യഹോവയായ ദൈവം, സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ഉള്ളം യഹോവയോട് പറ്റിയിരിക്കുന്നത് പോലെ നീ പ്രാർത്ഥനയുമായി ഇടപെടാതെ പ്രാർത്ഥനയുമായി നീ ഉറ്റിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ. ഈ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുവാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവ് ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.